ഇപ്പോൾ നിർഭൻ ചക്രവർത്തി കൂടി ചേരുകയാണ് ഈ ഘട്ടത്തിൽ. ജോഷില, നിർഭൻ ചക്രവർത്തി, നമ്മൾ നേരത്തെ നേതൃ ക്യാമ്പിനെ കുറിച്ച് വളരെ വിശാലമായി തന്നെ ചർച്ച ചെയ്തിരുന്നു, അതിനെക്കുറിച്ച് വിലയിരുത്തിയിരുന്നു. അതിൻ്റെ പുതിയ കൾമിനേഷനുകൾ, അതായത് ഈ തർക്കം പരിഹരിക്കപ്പെടാനാകാത്ത ഒരു വലിയ പ്രതിസന്ധിയായി പോവുകയാണ്. കാരണം നേരത്തെ നിർഭൻ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ നേതൃ താല്പര്യവുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളിയും വി എം സുധീരനും പോലും രണ്ടും KPCC പ്രസിഡന്റുമാരായിരുന്നു, അവർ പങ്കെടുക്കുന്നില്ല. അപ്പോൾ കാര്യം നിസ്സാരമല്ല. ഇതിനൊക്കെ പുറമെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അസ്വാരസ്യങ്ങളും പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രയലാണ് എന്നൊക്കെ വെറുതെ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം, അതിൻ്റെ ആന്തരിക വൈരുദ്ധ്യം വളരെ ചിതലരിച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് വയനാട്. ഏതൊക്കെ തരത്തിലാണ് ഇതിനെ കാണേണ്ടത് നിർഭൻ? ജിംഷാദ്, കേരളത്തിലെ കോൺഗ്രസിൽ പ്രശ്നം അതിരൂക്ഷമാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസിൽ അതിരൂക്ഷമായ സംഘർഷവും രണ്ട് നിരയായി നേതാക്കൾ മാറി വെവ്വേറെ നിൽക്കുന്ന അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ഈ വിഷയങ്ങൾ പുറത്തു വരാതെ പരിഹരിക്കാനുള്ള ശ്രമമാണ് കേരളത്തിലെ ഈ നിലവിലുള്ള ഈ പദ്ധതി കൊണ്ട് അവർ മിഷൻ 26 കൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. കാരണം നേരത്തെ അജിംഷാ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ട് നേതാക്കൾ മുൻ KPCC അധ്യക്ഷന്മാരാണ്. അവർ രണ്ടുപേരും ഈ പറയുന്ന ഈ പ്രവർത്തക സമിതി അംഗങ്ങളടക്കം പങ്കെടുക്കുന്ന കേരളത്തിലെ സംഘടനയുടെ മുഴുവൻ നേതൃത്വവും DCC അധ്യക്ഷന്മാർ മുതൽ മുഴുവൻ നേതൃത്വവും പങ്കെടുക്കുന്ന ആ പരിപാടിയിൽ MPമാരടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ മുൻ MPമാരാണ്, മുൻ മന്ത്രിമാരാണ്, കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിച്ചവരാണ്, നയിച്ചവരാണ്. അവർ രണ്ടുപേരും വിട്ടുനിന്നിട്ടുണ്ട്. കാരണം മുല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന, അദ്ദേഹം സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്വന്തം തട്ടകത്തിൽ പോലും അതിരൂക്ഷമായി പോസ്റ്റർ പ്രചരണം ഉണ്ടാകുന്നത്. അതിലൊക്കെ പൂർണ്ണമായി അദ്ദേഹം വിഷമത്തിലാണ്, അതൃപ്തിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം അദ്ദേഹം ഇന്ന് അവിടെയില്ല, പക്ഷേ അദ്ദേഹം ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടില്ല. VS സുധീരൻ പങ്കെടുക്കാത്തതിൻ്റെ കാരണം അറിയിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നാലും ഔദ്യോഗികമായി നേതൃത്വം വ്യക്തമാക്കേണ്ടതാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുനിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ഡസനിലധികം, ഏകദേശം 10ഓളം വരുന്ന MPമാർ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. മുതിർന്ന നേതാക്കൾ MPമാർക്ക് അവസരം കൊടുക്കുകയാണെങ്കിൽ MM ഹസനെ പോലെ, KC ജോസഫിനെ പോലെയുള്ള നേതാക്കൾ പറയുന്നത് തങ്ങൾക്കും നിയമസഭയിൽ മത്സരിക്കാനുള്ള അവസരം നൽകണമെന്നാണ്. ഇതിനിടയിലാണ് ഈ കനകോലുവിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ നിരയെ കൊണ്ടുവരേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ UDFിനകത്തുള്ള ശൈഥില്യം വളരെ വലുതാണ്. UDFിൻ്റെ സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. കോൺഗ്രസ് നിന്ന് അധിക സീറ്റ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുന്നു. ചെറിയ കക്ഷികളെ സംബന്ധിച്ചുള്ള വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. RSP, അതോടൊപ്പം തന്നെ CMP തുടങ്ങിയ ചെറിയ കക്ഷികളെ PJ ജോസഫിൻ്റെ വിഭാഗം, അങ്ങനെ വലിയ തരത്തിലുള്ള തർക്കം അതിന് ആഭ്യന്തരമായി ഉള്ളിലുണ്ട്. ഇതെല്ലാം മറച്ചു വയ്ക്കാൻ കഴിയുമോ എന്നതാണ് ഈ പറയുന്ന. അതാണ് നിർഭൻ. അതായത് ഈ ലക്ഷ്യം പോയിട്ട് ലക്ക് പോലും ഇല്ലാതെയാണ് ഈ നേതൃയോഗം. ലക്ഷ്യം എന്നാണല്ലോ പേര്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു രീതിയാണ് നാം കാണുന്നത് വസ്തുതാപരമായി. പക്ഷേ ഇതൊന്നും പല മാധ്യമങ്ങളിലും പ്രതിഫലിക്കുന്നില്ല. ആ കനകോലു റിപ്പോർട്ടിൻ്റെ പല വിധത്തിലുമുള്ള ഉപജാപ സ്വാധീനം മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. ഈ വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത് തന്നെയായിരുന്നു കനകോലു റിപ്പോർട്ടിൻ്റെ സാരാംശവും, അല്ലേ? നമ്മൾ ഇതിനെ മറുഭാഗം കൂടി ഒന്ന് ചെറിയ സാങ്കല്പികമായി ചിന്തിച്ചു നോക്കുക. CPMന്റെ ഒരു സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുന്നു. മുൻ സംസ്ഥാന സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമോ പങ്കെടുക്കാതിരുന്നാൽ തിരുവനന്തപുരത്തെ മാധ്യമങ്ങളുടെ വാർത്ത എന്തായിരിക്കുമെന്ന് ലളിതമായി ആലോചിച്ചാൽ മതി. കാരണം VS സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിമാരായി പരിഗണിച്ചിരുന്ന പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ ഇന്ന് സംഘടനാ രംഗത്ത് അത്രയേറെ സജീവമാണെന്ന് ചോദിച്ചാൽ അതെന്തുകൊണ്ട് സംഘടനാ രംഗത്ത് അവർ സജീവമല്ലാതായി? അവർക്ക് സംഘടനാ ലീഡർഷിപ്പുമായി പലതരത്തിലുള്ള അതൃപ്തി ഉള്ളതുകൊണ്ട് തന്നെ അവർ വിട്ടുനിന്നതാണ്. ഈ അടുത്താണ് മുല്ലപ്പള്ളിയെ സംബന്ധിച്ച് അനുനയിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും എന്ന ചില ഉറപ്പുകൾ അദ്ദേഹത്തിന് നൽകിയെന്ന് പറയുന്നു. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമെന്നും അദ്ദേഹത്തെ വിജയിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അനുസരിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പദവിക്കനുസരിച്ചിട്ടുള്ള പുതിയ ചുമതലകൾ നൽകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അവരടക്കം രണ്ടുപേർ പങ്കെടുക്കുന്നില്ല. മാത്രമല്ല കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അവസാനം പുനർജനിയുമായി ബന്ധപ്പെട്ട അവർക്ക് നേരിടുന്ന ആരോപണം, അടൂർ പ്രകാശ് പോലെയും ആൻ്റണിയെ പോലെയുള്ള ഈ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സോണിയ ഗാന്ധി അടക്കം അഴിമതിയുടെ ആരോപണത്തിൽ, ഈ പറഞ്ഞ ഈ തട്ടിപ്പിൻ്റെ ആരോപണത്തിൽ അവർ വരുന്നു. അതിന് വ്യക്തമായി കോൺഗ്രസിന് മറുപടി പറയാൻ കഴിയുന്നില്ല. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വയനാട്ടിൽ വെച്ച് ഇത് നടക്കുമ്പോൾ വയനാട് ചൂരൽമല ദുരന്തത്തിൽ 100 പേർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ കോൺഗ്രസ് അവിടെയാണ് നേതാക്കളെല്ലാം വന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിനെന്താണ് കോൺഗ്രസിന് ഇത്രയും കാലം ന്യായീകരണം പറയാൻ കഴിഞ്ഞത്? എത്ര പ്രാവശ്യം അവർ തീയതികൾ മാറ്റി വെച്ചു? അങ്ങനെ പലതരത്തിൽ ജനങ്ങളോട് മറുപടി പറയാൻ
കഴിയാത്ത നിരവധി പ്രശ്നങ്ങൾ കോൺഗ്രസിനെയും യു ഡി എഫിനെയും അലട്ടുന്നുണ്ട്. ഈ കനകോലുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ നിലവിൽ മാധ്യമങ്ങളെ കൂടി പിടിച്ചുകൊണ്ട് ഒരു പ്രത്യേക മീഡിയ PR ഓപ്പറേഷനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. യു ഡി എഫ് ശക്തമായി തിരിച്ചു വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം യു ഡി എഫിന് അനുകൂലമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുകൂലമാണെന്ന് പറഞ്ഞാൽ വോട്ടടിസ്ഥാനത്തിലല്ല, മറിച്ച് മാധ്യമങ്ങൾ തന്നെ സൃഷ്ടിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലും കണക്കാണ് ഞാൻ പറയുന്നത്. അതനുസരിച്ചിട്ട് യു ഡി എഫ് ശക്തമായി തിരിച്ചു വരികയാണ് എന്ന തരത്തിലെ പ്രതീതി ആദ്യഘട്ടത്തിൽ സൃഷ്ടിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം യു ഡി എഫ് വിപുലീകരിക്കാൻ പോവുകയാണ് എന്ന തരത്തിൽ യു ഡി എഫ് യോഗം ചേർന്ന ശേഷം വാർത്താ സമ്മേളനം നടത്തുന്നു. അത് പാളിപ്പോയി. പക്ഷേ അങ്ങനെ ഒരു അജണ്ട അവർ വയ്ക്കുന്നു. അപ്പോഴാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന നേതാവ് വിഷ്ണുവര ചന്ദ്രശേഖരനെ പാടെ തള്ളിക്കളഞ്ഞത്. പക്ഷേ അതുപോലും മാധ്യമങ്ങൾ എങ്ങനെയാണ് LDFിനെ സംബന്ധിച്ച് ഒരു കക്ഷിയെ ക്ഷണിച്ചു അല്ലെങ്കിൽ കക്ഷിയെ ഉൾപ്പെടുത്തി എന്ന് LDFിൻ്റെ കൺവീനർ വാർത്താ സമ്മേളനം നടത്തി. തൊട്ട് പിന്നാലെ ആ കക്ഷി അതിനെ തള്ളിപ്പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? കേരളത്തിലെ വരുന്ന തെരഞ്ഞെടുപ്പ് വരെ ചർച്ച ചെയ്യുന്ന വിഷയം അത് ആകുമായിരുന്നു. പക്ഷേ ഒരു മണിക്കൂറോ ഒരു ദിവസമോ പോലും ചർച്ച ചെയ്യാതെ ആ വിഷയം അവസാനിച്ചു. ഇപ്പോൾ ഈ 100 സീറ്റിലേക്ക് അധികാരത്തിൽ വരുമെന്ന ഒരു അജണ്ട കേരളത്തിൽ സൃഷ്ടിക്കുക, അത് PR വഴി സോഷ്യൽ മീഡിയ വഴി പരമാവധി ഉപയോഗിക്കുക. ഇതാ UDF സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി അടുത്ത മത്സര രംഗത്തേക്ക് പോവുകയാണ് എന്ന തരത്തിൽ പ്രതീതി ഉണ്ടാക്കുക. മറ്റു തരത്തിലുള്ള മന്ത്രിമാർ ഇപ്പം തന്നെ ഒരു ഗാലക്സി നേതാക്കളുണ്ട് എന്നതാണ് VD സതീശൻ പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രിയായി പരിഗണിക്കാൻ UDFിനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അത്രയേറെ നേതാക്കളുണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. AICC അന്തിമമായി തീരുമാനിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച തർക്കം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ആ പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിലേക്ക് അദ്ദേഹം പോലും അറിയാതെ എടുത്തു മാറ്റിയതിലുള്ള അതിർത്തി ഇപ്പോഴും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഖിന്നനാണ്. പല ഘട്ടങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. പല ഇൻ്റർവ്യൂവിലും ഈ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ ഒരു 6 മാസത്തിന് മുമ്പ് നടത്തിയ അഭിമുഖത്തിൽ തന്നെ എന്തിനാണ് മാറ്റിയത്, എന്തുകൊണ്ടാണ് മാറ്റിയ വഴി ശരിയായില്ല എന്ന കാര്യം അദ്ദേഹം ഇൻ്റർവ്യൂവിലടക്കം പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തോട് തുടരാൻ പറഞ്ഞിട്ടാണ് അത് നിന്നത്. നേരത്തെ ഒരു വാക്കെങ്കിലും സൂചിപ്പിച്ചിരുന്നെങ്കിൽ ക്ലിഫ് ഹൗസ് മീൻസ് കണ്ടോൺമെന്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചിരുന്നു. തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയ്ക്കകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മല്ലികാർജ്ജുന ഖാർഗെ കേരളത്തിലേക്ക് വരുമ്പോൾ AICCയുടെ അങ്ങനെ എന്തെങ്കിലും മാറ്റത്തിന് മനസ്സിലിരിപ്പുണ്ടോ ഇല്ല എന്ന് പറയുന്നു. ഇവരോട് അഭിപ്രായം ചോദിക്കുക എന്നത് മാത്രമാണ് ഇവിടെ അഭിപ്രായം വരുന്നതനുസരിച്ച് തീരുമാനിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടി A വിഭാഗത്തിൻ്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുന്നു. അതിനുശേഷം രമേശ് ചെന്നിത്തലയും മല്ലികാർജ്ജുന ഖാർഗെയോട് ചോദിക്കുക ഈ AICCയുടെ മനസ്സിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കണക്കെടുപ്പ് നടത്തി കണക്കും വ്യക്തമാക്കിയിട്ടില്ല. MLAമാരുടെ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ A വിഭാഗത്തിന് പിന്തുണയിൽ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയ്ക്കാണ്. അതിനകത്ത് അട്ടിമറി നടന്നിട്ടുണ്ട്. ആ അട്ടിമറിക്ക് നേതൃത്വം നൽകിയത് പ്രധാനപ്പെട്ട ഒരു ലീഡറാണ്. ആ ലീഡർ പറഞ്ഞ അടിസ്ഥാനത്തിൽ പലരും കൂറുമാറിയിട്ടുണ്ട്. അത് പുറത്തു പറഞ്ഞാൽ ആരൊക്കെയാണ് ഈ 2 ലീഡർമാരെയും വഞ്ചിച്ചതെന്ന് പുറത്തു വരും. അതിലും AICC മൗനം പാലിച്ചു. അദ്ദേഹത്തിന് മാറ്റിയ വഴി ശരിയായില്ല എന്ന കാര്യത്തിൽ തർക്കം ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ ശശി തരൂർ വീണ്ടും രംഗത്ത് വന്നത് എന്താണ്? തരൂർ ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് ആക്കിയത് എന്താണ്? തരൂരിനെ കുറിച്ച് അങ്ങോട്ട് KC വേണുഗോപാൽ അഭിപ്രായം പറഞ്ഞ് വിഷയങ്ങൾ പരിഹരിച്ചു എന്ന തരത്തിലൊരു സംഘർഷം ഒഴിവാക്കിയതാണ്. തരൂരടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷ അർപ്പിക്കുന്ന നേതാവാണ്. ശശി തരൂരുണ്ട്, അടൂർ പ്രകാശുണ്ട്, ഒപ്പം തന്നെ ഏറ്റവും പുതുതലമുറയിൽ നിരന്തരം മത്സരിച്ച് വിജയിക്കുന്ന എറണാകുളത്തെ MP ഹൈബി ഈഡനെ പോലുള്ള നേതാക്കൾ, ഷാഫി പറമ്പിനെ പോലത്തെ നേതാക്കൾ, ഒപ്പമാണ് ഈ പറഞ്ഞ കെ സുധാകരനെ പോലെ നേതാക്കൾ. അങ്ങനെ മത്സരിക്കാൻ ഒരു നിര നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദം ഒരു ഭാഗത്ത് നടക്കുന്നു. വലിയ തരത്തിലുള്ള UDF സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന UDF മുന്നണിക്കകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടി UDF ഒറ്റക്കെട്ടാണ്, ശക്തമായി കോൺഗ്രസ് തിരിച്ചു വരാൻ പോവുകയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ഒരു PR ഓപ്പറേഷന്റെ തുടക്കമാണ് ഇപ്പോൾ വയനാട്. പക്ഷേ ഈ PR ഓപ്പറേഷനിൽ വസ്തുതകൾക്ക് വിരുദ്ധമായുള്ള ഈ ഇത്തരം PR ഓപ്പറേഷനുകളിൽ ഈ സിൻഡിക്കേറ്റ് മാധ്യമപ്രവർത്തനങ്ങളിൽ വലിയ അർത്ഥത്തിൽ മേൽക്കൈ നേടാൻ കോൺഗ്രസിന് സാധിച്ചു എന്നത് വലിയ ശരിയായ കാര്യമാണ്. അത് നിരീക്ഷിക്കാതിരുന്നൂടാ. നിർഭൻ തന്നെ സൂചിപ്പിച്ചു അത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത്, കാരണം ഇപ്പോൾ ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട കാര്യം, അതിൽ അതായത് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ യോഗ്യമല്ലാത്ത പല കേസുകളും ഗിമ്മിക്കായി നിറച്ച് മാധ്യമങ്ങളിൽ അടരാടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് കേരളത്തിലാണ് ഈ VD സതീശൻ ഇത്രയും വലിയൊരു കാര്യം വരുമ്പോൾ VD സതീശന് ക്ലീൻ ചിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത്. നോക്കൂ അല്ലേ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജിംഷാദ് നേരത്തെ ഞാൻ ഉദാഹരിച്ചതുപോലെ ഈ പറഞ്ഞ EDയുടെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള നീക്കം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള നീക്കം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള നീക്കം, മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ചു എന്ന വാർത്ത ഇവിടെ നിന്നാണ് ലഭിച്ചത്. അതപ്പോൾ കുരുക്കിലെന്നാണ്. ആ സമയം മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിൽ എന്ന വാർത്ത തന്നെ ക്യാപ്ഷനായി അത് ആ തരത്തിൽ ബ്രേക്കിംഗ് അടിച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ സംഗതിയോ
കഴിഞ്ഞ ദിവസം വി ഡി സതീശനെതിരെ ഈ പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ട് നൽകിയെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മറ്റു മാധ്യമങ്ങൾ, ഈ വലതുപക്ഷ മാധ്യമങ്ങൾ, PR ഓപ്പറേഷന് വേണ്ടി നിൽക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിച്ച ക്യാപ്ഷൻ പോലും എന്താണ്, അവരുടെ അടുത്ത ബ്രേക്കിംഗ് പോലെ എന്താണ്, പ്രതിപക്ഷ നേതാവിനെ വി ഡി സതീശനെ കുരുക്കാൻ വിജിലൻസ് എന്ന വാർത്തയാണ് നൽകിയത്. മാത്രമല്ല അതിനകത്ത് എന്തെങ്കിലും മെരിറ്റിനകത്ത് കടന്ന് അവർ വാർത്തയെ പരിശോധിച്ചിട്ടുണ്ടോ എങ്കിൽ, അതിനെ വാർത്തയെ അങ്ങനെ വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്ത് അത്തരം കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകണമല്ലോ. കാരണം വിദേശ ഫണ്ട് വാങ്ങുന്നതിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സാങ്കേതിക പിഴവുകളുണ്ട്. അതുകൂടി അല്ല, അതിനകത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ FCRA കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, അതിൻ്റെ നഗ്നമായ ലംഘനമുണ്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പുനർജനി പ്രകാരം ശേഖരിച്ച പണം ആർക്കാണ് നൽകിയത്, അവരുടെ പട്ടിക പുറത്തുവിടൂ എന്ന് പ്രതിപക്ഷ മീൻസ് അവരുടെ എതിർ പാർട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലും നൽകാനാകുന്നില്ല. ഇങ്ങനെയുള്ള വസ്തുതകൾ നിലനിൽക്കുകയാണ് ഇത്തരം പ്രചരണം. തീർച്ചയായും അജിംഷാദ്, സമാനമായി മസാല ബോണ്ടിന്റെ കാര്യത്തിൽ തൊട്ടടുത്തുണ്ടല്ലോ. മസാല ബോണ്ടിനകത്ത് ED കത്തയച്ചു, ഹാജരാകുന്നതിനെ സംബന്ധിച്ച് കോടതിയിൽ പോയി തോമസ് ഐസക്. എന്നിട്ടും ഇപ്പോഴും വീണ്ടും കത്തയക്കുമ്പോഴും വീണ്ടും പ്രതിക്കൂട്ടിൽ, തോമസ് ഐസക് പ്രതിക്കൂട്ടിൽ എന്ന് പറഞ്ഞ് വീണ്ടും വാർത്ത കൊടുക്കുകയാണ്. അത് മുഖ്യമന്ത്രി ആകട്ടെ, ഇപ്പോൾ ഈന്തപ്പഴത്തിലെ കുരുവാകട്ടെ, ബിരിയാണി ചെമ്പാകട്ടെ, ഒപ്പം തന്നെ ഈ ഖുറാനകത്ത് സ്വർണം കടത്തിയതാകട്ടെ, അങ്ങനെ തുടങ്ങി KT ജലീലിനെ സംബന്ധിച്ച്, തോമസ് ഐസക്കിനെ കുറിച്ച്, മുഖ്യമന്ത്രിയെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച്, ഇതിലൊക്കെ വാർത്ത സംബന്ധിച്ച് EDയുടെ നോട്ടീസ് വേണ്ട. അതിനു മുമ്പ് തന്നെ EDയുടെ നോട്ടീസ് അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിൽ വാർത്ത പുറപ്പെടും. അത്ര ഏകപക്ഷീയമായി വാർത്ത കൊടുക്കുന്ന ഈ മാധ്യമങ്ങൾ, അതിനുവേണ്ടി ED വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി. അത് കാര്യങ്ങളൊക്കെ പണ്ട് തോമസ് ഐസക് തെളിവ് സഹിതം നിരത്തിയതല്ലേ? തീർച്ചയായും നമ്മൾ ഇത് സംബന്ധിച്ച് നമ്മളിപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളാണ് പറഞ്ഞത്. കോൺഗ്രസ് ഈ പറയുന്ന അവർക്ക് ഈ ഒരു കാര്യം ശരിയാണ്, അവരിങ്ങനെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അതൊരു മുന്നേറ്റമായി പരമാവധി പ്രചരണം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അവർ ഇപ്പോൾ ഒരു മിഷൻ 26 നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഒരു വാർത്താ സമ്മേളനം നടത്തി അവർ വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും സ്വാഭാവികമായും അത് ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിനകത്ത് ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യം കൂടി മറച്ചു വെച്ച് അവർക്ക് വാർത്ത കൊടുക്കാം. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷ കക്ഷിയാണ്. അവരെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വാഭാവികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നു. അതൊക്കെ വസ്തുതാപരമാണ്. പക്ഷേ അതിനകത്ത്, കോൺഗ്രസിനകത്ത് ഒരു തരത്തിലുള്ള സംഘർഷവുമില്ല. നേതാക്കൾ ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നില്ല. നേതൃസ്ഥാനത്തെ സംബന്ധിച്ച് തർക്കമില്ല എന്നൊക്കെ പൂർണ്ണമായി കോൺഗ്രസ് പോലും പറയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ അത് കനകോലൂർ റിപ്പോർട്ടിൻ്റെ ഉപജാപങ്ങളുടെ പ്രതിഫലനമായി തന്നെയാണ് കാണുന്നത്. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോൾ ഉണ്ടാകുന്ന കോൺഗ്രസിനുള്ളിലെ കനത്ത വൈരുദ്ധ്യം, തർക്കം, രൂക്ഷമായ തർക്കം, ഇതിൻ്റെയൊക്കെ സമഗ്രമായ വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത്.